ഷാജഹാനിലേക്ക് പോകുമ്പോൾ ഷാജഹാൻ KC വേണുഗോപാലിൻ്റെ വീടിൻ്റെ പരിസരത്താണുള്ളത്. അവിടുത്തെ ഒരു സാഹചര്യം എന്താണ് ഷാജഹാൻ? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ തിരുവമ്പാടിയിലെ KC വേണുഗോപാലിൻ്റെ വീടിന് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴയാണുള്ളത്. നമുക്കറിയാം, സാധാരണഗതിയിൽ തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ ഈ റോഡും പരിസരവും ഒക്കെ തന്നെ നമുക്ക് നടന്നു പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു തിരക്കാണ് നമുക്ക് അനുഭവപ്പെടുക. കാരണം ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. ഏതാണ്ട് 96 കാലഘട്ടത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു KC വേണുഗോപാൽ ആലപ്പുഴ വന്നതിന് ശേഷം എൻ്റെ പുറയിൽ കാണുന്ന ഈ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഇപ്പോഴേതാണ്ട് ഇത് ശൂന്യമായ ഒരവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നമ്മളിത് തന്നെയാണ് കാണുന്നത്. ഇതിന് മുൻപ് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ഇവിടെ പ്രവർത്തകരുടെയൊക്കെ തന്നെ വലിയൊരു ആവേശമുണ്ടായിരുന്നു. KCയുടെ ഒരു ആധിപത്യം നമുക്കപ്പോൾ കാണാമായിരുന്നു. ഇപ്പോൾ പൊതുവേ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിക്കായുള്ള ചർച്ചകൾക്ക് ശേഷം ആലപ്പുഴ മണ്ഡലത്തിൽ KCക്ക് ഉണ്ടായിരുന്ന ഒരു വലിയ ഒരു സ്നേഹം, ജനങ്ങൾക്ക് KCയോട് വലിയൊരു സ്നേഹവും അതോടൊപ്പം തന്നെ ഒരു സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയപരമായും അല്ലാതെയുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ നേരിയ തോതിലാണെങ്കിൽ പോലും ഒരു ഇടിവ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് കാണേണ്ടതായിരിക്കുന്നു. പല സ്ഥലങ്ങളിലും KCക്കെതിരായിട്ടുള്ള പോസ്റ്ററുകൾ അടക്കം ഉയർന്നു വരുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയ്ക്കായാലും അദ്ദേഹം ഈ ചർച്ചകളിലൊന്നും സജീവമല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം എന്നൊരാവശ്യം നേരത്തെ മുതൽ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അതാണ് എന്ന് പല ഘട്ടങ്ങളിലും പ്രസംഗവേദികളിലൊക്കെ തന്നെ അദ്ദേഹം ഹരിപ്പാടും മറ്റും പ്രസംഗിച്ചപ്പോൾ നേരത്തെ അദ്ദേഹം അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി താൻ സ്ഥാനം വിട്ടുകൊടുത്തതാണ് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായികളൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സീനിയോറിറ്റി അനുസരിച്ച് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടേണ്ടതാണ്, അല്ലെങ്കിൽ തനിക്കാണ് അതിന് യോഗ്യത എന്നൊക്കെയുള്ള ഒരു അവകാശവാദം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഏതായാലും ഈ അവസാന ഘട്ടം എത്തിയപ്പോഴേക്കും ആലപ്പുഴ ജില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ആലപ്പുഴ DCCയിൽ ഇന്നലെ പരിശോധിച്ചാലും അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുമൊക്കെ തന്നെ വളരെ ശോകമായിട്ടുള്ള ഒരവസ്ഥയാണ്. KCയും KCയോട് അടുത്ത ബന്ധം പുലർത്തുന്ന നേതാക്കളൊക്കെ തന്നെ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് അവർ നിൽക്കുന്നില്ല. അവരൊക്കെ തന്നെ ഇത് കൈവിട്ടു എന്നുള്ളൊരു സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ കാത്തിരുന്ന് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന KC വേണുഗോപാലിൻ്റെ വീട്, വർഷങ്ങളായി അദ്ദേഹം താമസിക്കുന്ന ആലപ്പുഴയിലെ വീട്, ഇവിടേക്ക് ദേശീയ നേതാക്കളടക്കം വന്നു പോയിക്കൊണ്ടിരുന്ന വീട്, സാധാരണക്കാർ മുതൽ ദേശീയ നേതാക്കൾ വരെ വന്നു പോയിക്കൊണ്ടിരുന്ന സാധാരണഗതിയിലൊക്കെ തന്നെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ തന്നെ KC ഇവിടെ ഉണ്ടാവും. ആ സമയത്തൊക്കെ തന്നെ ഇവിടെ വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പക്ഷേ ഇപ്പോൾ തികച്ചും ശൂന്യമായൊരവസ്ഥയാണ് നമുക്ക് തിരുവമ്പാടിയിലെ KCയുടെ വീടിന് മുന്നിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതായത് പൊതുവെ അവിടെയുള്ള എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ കൈവിട്ടിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ? പ്രത്യേകിച്ചും ഇന്നലെ നേതാക്കന്മാരൊക്കെ കേരളത്തിലെത്തുമ്പോഴും KC വേണുഗോപാൽ ദില്ലിയിൽ തുടരുമ്പോൾ ആ പ്രതീക്ഷയുടെ മങ്ങൽ ഏതാണ്ട് പൂർണ്ണമാകുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്ന് തന്നെ വരുന്ന ചില സംസാരങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കൊക്കെ തന്നെ KC വേണുഗോപാലിനോട് താല്പര്യമായിരുന്നു. പക്ഷേ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് ആ ചാൻസ് അല്ലെങ്കിൽ KCയിലേക്കുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു പോകാൻ കാരണമായത് എന്നാണ് കോൺഗ്രസ്സിലെ തന്നെ ചില മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നമ്മോട് പങ്കുവയ്ക്കുന്നത്. അതെന്തായാലും ശരിവെക്കുന്ന തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ വരുന്ന ചില ചലനങ്ങൾ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും KCക്ക് വളരെയധികം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു പ്രതീക്ഷയുമായിട്ട് മുൻപോട്ട് പോയ സാഹചര്യത്തിൽ അതൊരു മത്സരത്തിലേക്ക് പോകുന്നു, അത് ജനങ്ങളിലേക്ക് എത്തുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇരു കൂട്ടർക്കുമെതിരെ പ്രതിഷേധങ്ങൾ വരുന്നു. പിന്നെ ലീഗ് ഒരു കടുത്ത സമ്മർദ്ദം നടത്തി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ സമ്മതിക്കുന്നത്. ആ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസ് ദേശീയ നേതാക്കൾക്കടക്കം മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പറയുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ KC വേണുഗോപാൽ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നു എന്നാണ് അവർ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷ പൂർണ്ണമായിട്ടും അവർ നഷ്ടപ്പെടുത്തുന്നില്ല. ഇനിയും മണിക്കൂറുകളുണ്ട്, സമയങ്ങളുണ്ട്, അവസാനം വരെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ശരി, വ്യക്തമാണ് ഷാജഹാൻ. എന്തായാലും KC വേണുഗോപാലിന്റെ വീടിന്റെ പരിസരത്തൊന്നും വലിയ ആവേശമൊന്നുമില്ല. ഇന്നലെ VD സതീശന്റെ വീടിന്റെ പരിസരത്താണെങ്കിൽ വീണ്ടും അണികളും പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആകാംക്ഷയും അവരുടെ ആവേശമൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അങ്ങനെ ഒരു പ്രതികരണമില്ല എന്ന് KC വേണുഗോപാലിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെങ്ങും ആരുമില്ല എന്നാണ് ഷാജഹാൻ പറഞ്ഞത്. ഉമേഷ് പറഞ്ഞു, ഇപ്പോൾ VD സതീശൻ തിരുവനന്തപുരത്തേക്ക് പോയ സാഹചര്യത്തിൽ അവിടെ ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്, ആളും ആരവും ഒന്നും അവിടെയും ഇല്ല എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. ഇരുവരുടെയും വീടുകളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ?